മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞ ലോക്കറ്റ് കിട്ടിയിട്ടാ ഇതാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ. ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ. നിനക്ക് എന്താ കുറച്ച് പ്രായമായ ആളെ കല്യാണം കഴിക്കുക? ഞാൻ പറയട്ടെ, ഞാൻ പ്രായമായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26-27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? ഡിയർ ഷാജിദ, എന്താണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തിട്ടുള്ള പ്രാങ്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രാങ്ക് ഇതുവരെ ഒരു യൂട്യൂബറും സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രാങ്ക് ട്രെൻഡ് മുന്നേ ഉണ്ട് കേട്ടോ. അതിനകത്ത് എന്താണ്, ഭർത്താവ് ഭാര്യയ്ക്ക്, മക്കൾക്ക്, അതുപോലെ മക്കള് മാതാപിതാക്കൾക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രാങ്കുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബേഴ്സിന് പ്രാങ്ക് കൊടുത്ത ആദ്യത്തെ കേരള ധീര വനിത ഷാജിയാണ്. എന്താണെന്ന് വെച്ചാല്, വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് 5 മക്കളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാനും വരെ കാണുന്നത്. ഷാജിദ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാജിദനെ. കാരണം ഭർത്താവ് മരിച്ച 5 മക്കളെ, അതിലെ 2 മക്കളെ പോറ്റാൻ കഴിയാഞ്ഞിട്ട് എത്തിങ്ങാനയിലാക്കി അത്രയ്ക്കും പട്ടിണിയിലും പ്രയാസത്തിലും ജീവിക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഷാജിദയിലേക്ക് മാറിയത്. ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഷാജിദയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിയാക്ഷൻ ചാനലുകാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരുപാട് അറ്റൻഷനും, അല്ലെങ്കിൽ ഷാജിദയുടെ വീഡിയോ അത്ര വലിയ ക്വാളിറ്റി ഉണ്ടായിട്ടോ, ക്ലാരിറ്റി ഉണ്ടായിട്ടോ, സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അത്ര വലിയ ഗ്രാഫിക്സോ അനിമേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സഹതാപ തരംഗം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് പേര് അവരിലേക്ക് എത്തി. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഷാജിദ ഇന്നത്തെ രീതിയിലുള്ള ഒരു ഫേമസ് ആയത്. അതിനുശേഷം ഒരു 1.5 ഫേമസ് ആവലായിരുന്നു. കാരണം എയറിന്റെ എത്ര മുകളിൽ എത്താൻ പറ്റുമോ അത്രയും മുകളിൽ എത്തി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് 5 മക്കളായിട്ട് ജീവിക്കുന്ന ഈ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ പിന്നീട് ഒരു താണ്ഡവമാടുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷാജിദ ഭർത്താവ് മരിച്ചിട്ട് വീണ്ടും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകുന്നു, അയാളെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞത്. അതേ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞ മഹർ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ സ്വന്തം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏതോ പാർക്കിലൊക്കെ പോയിട്ട് ഒരു പയ്യന്റെ കൈയും പിടിച്ച് നടക്കുന്ന വീഡിയോ. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളെന്താ വിശ്വസിക്കണ്ടേ? നമ്മൾ വിചാരിക്കും എന്താ, ഓക്കെ ഷാജിദയുടെ വിവാഹം കഴിഞ്ഞു, ഇതാണ് പയ്യൻ എന്നുള്ളത്. ഷാജിദയ്ക്ക് വയസ്സ് 32, പയ്യന് വയസ്സ് 26. ഇതന്നെ മതി നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി ഒരു മനുഷ്യന് പ്രശ്നം ഉണ്ടാവാൻ. നമ്മുടെ നാട് അത്ര പുരോഗമനം പിടിച്ച നാടൊന്നല്ല ഷാജിദ. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇപ്പോഴും പ്രാകൃത ചിന്തകളുള്ള ഒരുപാട് എന്താ പറയുക നല്ല മനുഷ്യന്മാരും അതുപോലെ തന്നെ കുറച്ച് മോശമായി ചിന്തിക്കുന്ന മനുഷ്യന്മാരും ഒക്കെ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, പ്രായം കുറഞ്ഞ പയ്യനെ കെട്ടാൻ പാടില്ല, ഇതുവരെ വിവാഹം കഴിക്കാത്ത ഒരു പയ്യന് 5 കുട്ടികളുള്ള ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെയാന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കളിയാക്കിയ സ്ഥലത്താണ് ഞാൻ ഷാജിദയുമായിട്ട് ആക്ച്വലി വിയോജിക്കുന്നത്. ഷാജിദ എന്ന് പറയുന്ന സ്ത്രീ ആക്ച്വലി ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. തലയിലൊക്കെ തട്ടൊക്കെ ഇട്ട് 2 മക്കളെ എത്തിങ്ങാനയിലൊക്കെ ആക്കി പഠിപ്പിക്കുന്ന ഒരു ഉമ്മയാണ് അല്ലേ. അപ്പൊ ഈ ഒരു മക്കളെ എത്തിങ്ങാനയിലിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മതബോധം ഉണ്ടാകുന്ന ഒരാളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ മക്കൾ അവിടെ കൊണ്ടുപോയി ആക്കില്ല. അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് മക്കളെ പോറ്റാൻ പോലും വകയില്ലാതെ അവിടെ കൊണ്ടുപോയി ആക്കിയ ഒരു ഉമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ്പെക്ട് ചെയ്തത് ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കാം, അറിയില്ല. പക്ഷെ നമ്മൾ മലയാളികളായി പോയില്ലേ, അതാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു എക്സ്പെക്ടേഷൻ തെറ്റി. ഷാജിദ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. വയസ്സ് 26 കഴിച്ചതല്ല പ്രശ്നം. സത്യത്തില് ഈ വിവാഹം ഒരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ പിന്നീട് വന്ന് പറഞ്ഞതാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. പ്രശ്നം എന്ന് പറഞ്ഞൂടാ, പക്ഷെ ഒരു വിയോജിപ്പായിട്ട് തോന്നിയത്. ഒരുപാട് പേര് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ നിന്ന് മുതലേ പ്രശ്നമുണ്ട്. പക്ഷെ അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണെന്ന് ഞാൻ പറയും. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് അതൊരു തമാശ രൂപത്തിലാക്കിയതാണ് ആക്ച്വലി പ്രശ്നം സംഭവിച്ചത്. വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അതേത് മതത്തിലാവട്ടെ അത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തെ ഇത്രയും തമാശ രൂപത്തിൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. കാരണം മതത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കാനോ അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കാനോ ഉള്ളതല്ല. പിന്നെ ഷാജിദയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള റീസണ് കുറച്ച് ആളുകൾ വന്നിട്ട് ഫോൺ വിളിച്ചു എന്നുള്ളതാണ്. ഫോൺ വിളിച്ചത് അവരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹ നാടകം കൊണ്ടുവന്നത് എന്നുള്ളത്. ഇതിനൊക്കെ സത്യത്തിൽ ഇത്രയും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ അധികം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാ,
നാടും സ്ഥലമൊക്കെ അവർ പറയുമല്ലോ, അത് പറഞ്ഞിട്ട് അവിടേക്ക് ഒരു പോക്ക് പോവാ. ഇതൊക്കെ ചെയ്താൽ മതി. സ്വന്തം അഭിമാനം പണയം വെച്ച് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയോ വിവാഹം കഴിഞ്ഞു എന്ന്, അത് വലിയൊരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ സത്യത്തിൽ ഷാജിദയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, പടച്ചോന് ഷാജിദക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഷാജിദ പറയുന്നുണ്ട്, ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല, സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ടില്ല, ആരെടുത്തും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. പിന്നെ ആരോട് പറഞ്ഞിട്ടാ കല്യാണം കഴിച്ചത്? പിന്നെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, 6 മാസം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാനുള്ളതിലേക്ക് എത്തിയോ എന്നുള്ളത്. പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് ഒട്ടും കാണാത്ത ഒരാളെ നിക്കാഹ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6 മാസം സംസാരിച്ച ഒരാളുമായിട്ട് നിക്കാഹ് കഴിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എന്താ നമ്മൾ മറുപടി പറയാം? ജീവിതം എന്ന് പറയുന്നത് പ്രണയം ഒരിക്കലും അല്ല. പ്രണയം വേറെയാണ്, ജീവിതം വേറെയാണ്. ഷാജിദ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, മക്കൾക്കൊക്കെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാണ് ഈ വ്യക്തിയെന്ന്. അവിടെ നിന്നാണ് ആക്ച്വലി പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ ഇത് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇതൊരു റോങ് ആയിട്ട് പോകുന്ന ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഷാജിദ ഈ ഒരു കാര്യം ചെയ്തു. ഇത് അനുകരിച്ചുകൊണ്ട് ചിലപ്പോൾ വേറെ ആളുകളും ചെയ്യാൻ സാധ്യതയില്ലേ? അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. കാരണം നമ്മളെ നാട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന, എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല സംസ്കാരമുള്ളൊരു നാടാണ്. ആ നാടിനെ മോശമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളുടെ നാട്, വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായിട്ട് കാണുന്ന ഒരു നാടാണ് നമ്മുടെ. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, എല്ലാത്തിലും വിവാഹമുണ്ട്. ലിവിങ് ടുഗദർ ഒന്നും നമ്മുടെ നാട്ടിൽ അത്രത്തോളം പോപ്പുലർ ആയിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിലേക്കൊന്നും നമ്മുടെ നാടും നമ്മുടെ വീട്ടുകാരും ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഷാജിദ കാണിച്ച മനസ്സ് ഒരു വല്ലാത്ത മനസ്സ് തന്നെയാണ്. എന്തൊക്കെയാവട്ടെ, നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഷാജിദക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കുറച്ചു കാലം ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക, ചെയ്തത് തെറ്റാണെങ്കിൽ പശ്ചാത്താപിച്ച് മടങ്ങുക, അത്രയൊക്കെ തന്നെ. പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഇതൊരു സെൻസേഷണൽ ന്യൂസാണ്. അപ്പം ന്യൂസിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് മൈൻഡാക്കാതിരിക്കുക, സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോവുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ദിസ് ടൈം ടു ഷാൽ പാസ് എന്നുള്ളതാണ്. ശരിക്കും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് അവരുടെ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ഇനി ഇഷ്ടമല്ലെങ്കിൽ ജീവിക്കേണ്ട, ലെറ്റ് ദം സെപ്പറേറ്റ്, അത്രേ ഉള്ളൂ. ഇനി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, അങ്ങനെ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളാണ്. പക്ഷെ അത് പബ്ലിക്കിൽ വന്നിടുന്ന സമയത്ത്, ചില മതങ്ങളെ എടുത്ത് പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ ചില മനുഷ്യന്മാരെയൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും ആക്ച്വലി പോകുന്നുണ്ടാവാം. സോ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. പിന്നെന്താ പറയുക, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പം ഷാജിദ ചെയ്ത ഈ ഒരു ലാസ്റ്റത്തെ വിവാഹം എന്ന് പറയുന്നതിനെ കോമാളിയാക്കിയതിനോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പുള്ളൂ. അതർവൈസ് വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, കുട്ടികളെ ഒറ്റയ്ക്ക് പോറ്റുകയോ പോറ്റാതിരിക്കുകയോ, അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒന്നുള്ള റൈറ്റ്സ് നമ്മൾക്കില്ല. അപ്പോൾ മൈ ഡിയർ പീപ്പിൾ ഇൻ കേരള, ഇതൊരു ട്രെൻഡാക്കിയിട്ട് എടുക്കണ്ട. വിവാഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തെ കൊച്ചാക്കി കളയരുത്. ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ ഒരു കൾച്ചറിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പം മതങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യങ്ങൾ നൽകുക, അതല്ലാതെ അതിനെങ്ങനെ കുട്ടികളെയാക്കിയിട്ട് എടുക്കാനുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഷാജിദയാണെങ്കിലും അത് സാരമില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സാരമില്ല, അതങ്ങനെ അങ്ങോട്ട് പോട്ടെ. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. തെറ്റുകൾ അംഗീകരിക്കുക, ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനസ്സിൻ്റെ ഉടമ. അത് പബ്ലിക്കായി വിചാരിച്ചൊരു കുഴപ്പമില്ല. ചെയ്തത് തെറ്റ് പറ്റി എന്ന് അംഗീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറുക്കാവുന്നതേ ഉള്ളൂ ആളുകൾക്കൊക്കെ. അത് പറയാനുള്ളൊരു വലിയ മനസ്സ് വേണം, അത്രേ ഉള്ളൂ. അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചെറിയ തെറ്റുകൾ, ചെറിയ നുണകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ നുണകൾ പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ പല ആളുകളുടെയും അവസ്ഥ. അപ്പം അതിലേക്കൊന്നും എത്താതിരിക്കട്ടെ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്കടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.